അത്യുന്നതനും കാരുണ്യവാനുമായ ത്രിയേക ദൈവത്തിന് സ്തുതി. അഗാപ്പെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്രൈസ്ത ലോർഡ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രമിക്കുന്നു. ക്രൈസ്ത ലോർഡ്. തോബിതിന്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. ദൈവം ചെയ്ത പ്രവർത്തികളെ കുറിച്ച് ഒരു തുടക്കം ഞാൻ പറയുകയാണ്. അത് ഏതെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയ കാലഘട്ടത്തില് ഞാൻ എൻ്റെ പ്രൊഫഷണൽ രംഗത്തെ ഒരു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചു. അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വേറൊരു പരിപാടി ഞാൻ പഠിക്കുകയും അങ്ങനെ 2 സ്ഥാപനങ്ങൾ നടത്തുന്ന സമയത്താണ് എൻ്റെ ശബ്ദം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന പോലെ. അപ്പൊ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതനുസരിച്ച് പല സ്ഥലങ്ങളിലും ചികിത്സയ്ക്കൊക്കെ പോയി. അതിനൊന്നും ഒരു ഉത്തരം കിട്ടുന്നില്ല. മൈസൂരിൽ യൂണിവേഴ്സിറ്റി പോയി. അപ്പൊ കൃത്യമായ ഒരു കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു മാസം താമസിച്ചു. ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറയുന്നു വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മെഡിക്കൽ കോളേജ് ഡോക്ടർ അദ്ദേഹം പറഞ്ഞു, അനേകം പേരിൽ ഒരാൾക്ക് വരുന്നതാണ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ചികിത്സിക്കാനും ടെൻഷൻ നടക്കണ്ട, ശബ്ദമില്ലെന്നല്ല ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ സാധാരണ ജീവിക്കുക. അങ്ങനെ പല ചികിത്സകളും മടുത്ത ഞാൻ ഈ ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ചു. ഇത് കാര്യമാക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ കിണർ തേകാൻ വന്ന ഒരു ആത്മീയ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് ബെന്നി എന്നാണ്. അദ്ദേഹം ഇങ്ങനെ കിണർ തേകാൻ കൂട്ടുകാരനെ കൊണ്ട് വന്നതാണ്. അപ്പം മാത്രമല്ല എൻ്റെ ജീവിത പങ്കാളിയുടെ ശിഷ്യനും കൂടിയാണ്. എൻ്റെ ഈ അവസ്ഥ കണ്ട എന്നോട് പറഞ്ഞു, ഒരു ധ്യാനം കൂടിയാൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കും, ചിലപ്പോൾ ഈ സ്വരം ശരിയായെന്നും വരാം. അപ്പൊ എൻ്റെ ചോദ്യം, ധ്യാനം കൂടിയാൽ ഉടനെ ശരിയാവുമോ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. പറയാൻ പറ്റുന്നില്ല. അത് അദ്ദേഹം പറഞ്ഞു പോയി. പക്ഷെ പിറ്റേ ദിവസം വെളുപ്പിന് അദ്ദേഹം ഒരു വചനോത്സവമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന ദിവസം ധ്യാനമുണ്ട്, പോകണം. അപ്പൊ ഞാൻ അവർക്കൊരു കാര്യമായിട്ട് എടുക്കാൻ വിചാരിച്ച് ഞാൻ ധ്യാനത്തിന് പോവുകയാണ്. ബസ്സിൽ കയറിയിട്ട് എവിടെയാണ് പോകേണ്ടതെന്ന് എനിക്ക് കണ്ടക്ടറോട് പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല, പ്രശ്നമില്ല. ആ ഇടയ്ക്ക് നടന്ന മറ്റൊരു കാര്യം, ഞാൻ 2ാമത് തുടങ്ങിയത് വേറെ സ്ഥാപനം തുടങ്ങി. അവിടെ ഒരു സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥൻ വന്ന് അവിടെ നിന്ന് ആ പയ്യനോട് ചോദിച്ചു, ഇതാരുടേതാണ്, ഞങ്ങളുടെ ഓഫീസിലൊന്നും അറിയിച്ചിട്ടില്ല പറഞ്ഞു. അപ്പൊ എൻ്റെ അഡ്രസ്സ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ എൻ്റെ അടുത്ത സുഹൃത്താണ്, ഞങ്ങളൊരു നാട്ടുകാരാണ്, അതുകൊണ്ട് മാത്യുവിനോട് ഓഫീസിലേക്ക് വരാൻ പറയണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. 2 ആഴ്ച കഴിഞ്ഞു. അപ്പൊ ആ സമയത്തൊന്നും എൻ്റെ ശബ്ദമില്ലാത്തത് കൊണ്ട് ഞാൻ ചികിത്സയായിട്ട് നടക്കുന്ന സമയത്താണ്. ഞാനിത് അറിഞ്ഞില്ല. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്നെ കാണാത്തത് കൊണ്ട് അദ്ദേഹം ഓഫീസിൽ നിന്നും ഒരു നോട്ടീസ് ഇട്ടു. എന്നിട്ട് എൻ്റെ മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞു, ആദ്യം വലിയ സമ്പന്നനായി പോയി, അതുകൊണ്ടായിരിക്കും ഞാൻ 2 ആഴ്ചയായിട്ട് എൻ്റെ ഓഫീസിൽ വന്നില്ലെന്ന് മാത്രമല്ല, ഒരു ദിവസം ബസ്സിൽ ഇരിക്കുന്ന കണ്ടു എന്നെ കണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ അതിനോട് മിണ്ടിയില്ല. അവൻ അഹങ്കാരിയായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, നീ അറിഞ്ഞില്ലേ, മാത്യുവിൻ്റെ ശബ്ദം പോയിട്ടിപ്പോൾ ഒരു 2 മാസങ്ങളായി ആരോടും സംസാരിക്കുന്നില്ല, അങ്ങനെ അവൻ ചികിത്സയായിട്ട് ഓടി നടക്കണം.
അത് കേട്ടപ്പോൾ ഈ സൈറ്റ് ടാക്സ് ഓഫീസർ വളരെ വിഷമമായി. അന്ന് തന്നെ എൻ്റെ വീട്ടിൽ വരികയും കാര്യങ്ങൾ പറയുകയും അപ്പം അയച്ചു തന്ന ആ നോട്ടീസ് കളഞ്ഞിട്ട് അതിൻ്റെ പ്രതിവിധിക്കായിട്ടൊരു മറുപടി ഇടണമെന്ന് പറഞ്ഞു. ഇതാനൊക്കെ പറഞ്ഞ് സഹായിച്ചിട്ട് അദ്ദേഹം അറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് സത്രത്തിൽ പോവുകയും ചെയ്തു. എൻ്റെ ശബ്ദത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ ഈ ധ്യാനത്തിലൊക്കെ പോയെങ്കിലും ഞാൻ കർത്താവിനെ അല്ല അന്വേഷിക്കുന്നത്, എൻ്റെ ശബ്ദം കിട്ടുമെന്നാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ ഇരുന്നു. ഒരു ദിവസം ഗൾഫിലുള്ള, ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലുണ്ടായിരുന്നു. പിന്നീട് ആ സ്ഥാപനം നടത്താനായിട്ട് ഓരോരുത്തരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ബന്ധം, അറിവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുകയാണ്. അപ്പൊ സാബു എന്ന ഒരു ശിഷ്യനാണ്, എൻ്റെ സ്വന്തമാണ്. സാബു ഇതറിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഇങ്ങോട്ട് വാ, വിസ കിട്ടാൻ പ്രയാസമില്ല, അങ്ങനെ വിസ കിട്ടും, വെറുതെ ഇവിടെ വന്നിരിക്കാം, ഒന്നും ചെയ്യണ്ട, ശബ്ദമില്ലാതെ വിഷമിക്കുകയാണെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അതിന് മറുപടി പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്തുള്ള ഒരു നേഴ്സിൻ്റെ കയ്യിൽ വിസ കൊടുത്തയച്ചിട്ടുണ്ട്, അത് വാങ്ങിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ ആ വിസ വാങ്ങിച്ച് ആ നാളുകളിൽ ഇവന് ധ്യാനത്തിന് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവന് സഹോദരൻ ഒരു പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോയി ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് അവിടെ പ്രാർത്ഥന. ഞാൻ ഈ വിസയുടെ പേപ്പറും മേടിച്ച് പോക്കറ്റിലിട്ട് ആ പ്രാർത്ഥനാലയത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അല്പസമയം പോയി എങ്കിലും ഞാൻ അവരുടെ കൂടെ ഇരുന്നു. അപ്പോൾ അവിടെ ഒരു വൈദികൻ, ബഹുമാനപ്പെട്ട മാത്യു ഞൊങ്ങണിയിലച്ചൻ, അദ്ദേഹം പാലക്കാട് രൂപയിലാണ് സൃഷ്ടിക്കുന്നത്. അദ്ദേഹമാണ് അന്ന് വചനം പറയുന്നത്. വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയുകയാണ്, അത് ശരിയാണെങ്കിൽ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ കയ്യില് വിദേശത്തേക്ക് പോകണ വിസ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അത് ആരുടെ കയ്യിലാണെന്ന് പറയാമെന്ന് ചോദിച്ചു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനോർത്തത് ദൈവത്തിന്റെ പദ്ധതിയാണല്ലോ എന്ന് വിചാരിച്ചു. അതുവരെ ഞാൻ ഓർത്തത് ഈ വിസ മറ്റാർക്കെങ്കിലും വിൽക്കുകയോ കൊടുക്കുകയോ ചെയ്യാം, പാസ്പോർട്ടിൽ അടിക്കുമ്പോൾ മാത്രമേ നമ്മുടെ കാര്യത്തിനുള്ളൂ. പക്ഷേ ഇത് കർത്താവിൻ്റെ തീരുമാനമാണെന്ന് വിചാരിച്ച് ഞാൻ ഗൾഫിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പോയിരിക്കുന്നത് നേരത്തെ പരിചയമുള്ള അറബിയുടെ വിസയിലാണ്. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറഞ്ഞു. അപ്പം ശബ്ദമില്ലെങ്കിലും എന്നെ സഹായിക്കാൻ അവിടെ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ അത് സമയമായപ്പോഴത്തേന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, അപ്പോൾ അറബി താമസിക്കുന്ന അവിടെ നിന്ന് ഒരു 600 കിലോമീറ്റർ അകലെയാണ്, എന്നോട് പറഞ്ഞു, ഈ സ്ഥാപനത്തിന് നിനക്ക് ഇഷ്ടമുള്ള ഒരു പേരിട്ടുള്ള. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ അന്നേരം പരിചയപ്പെട്ട സുഹൃത്തുക്കളോട് ഇങ്ങനെ പേരിടാൻ അവസരം കിട്ടി. നമുക്കൊരു മാതാവിൻ്റെ ഒരു ടച്ചുള്ള ഒരു പേര് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പല ബോർഡുകളൊക്കെ പോയി നോക്കിയെങ്കിലും അനുകൂലമായ നല്ല പേര് കിട്ടിയില്ല. എന്നാൽ പിറ്റേ ദിവസം നോക്കാവുന്ന ഞാൻ താമസത്തിലേക്ക് വരികയും ചെയ്തു. അന്ന് കിടക്കുന്നതിന് മുമ്പ് അറബി പിടിച്ച് ചോദിച്ചു, പേര് ശരിയായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 ദിവസത്തിനകം പേര് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതുപോരാ, നാളെ രാവിലെ 10 മണിക്ക് അവിടെ ഒരു ഓഫീസിൽ കൊണ്ട് ഈ പേര് കൊണ്ട് കൊടുക്കണം. അതുകൊണ്ട് ഞാനൊരു പേര് കണ്ടുപിടിച്ചു, അത് സലാമ എന്നാണ് പറഞ്ഞു. അന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. കാരണം നല്ലൊരു അവസരം കിട്ടിയിട്ടും മാതാവിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെ നമ്മുടേതായ ഒരു പേരിൻ്റെ ടച്ചുള്ളതാ അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലോ എന്നൊക്കെ ഓർത്തേ ഞാനിങ്ങനെ എൻ്റെ മാതാവേ ഒരവസരം തന്നെ എന്നൊക്കെ പറഞ്ഞു മാതാവിനോട് പിണങ്ങിയ പോലെ ഞാൻ ഉറങ്ങുവാണ്. അത് താമസിച്ചാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റപ്പോൾ 8:30 കഴിഞ്ഞു. 10 മണിക്ക് ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യണം.
അപ്പൊ രാത്രിക്ക് എന്നെ ആരോ എൻ്റെ ഓരത്തിൽ തട്ടിയിട്ട് എൻ്റെ ചെവിയിൽ പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. നീ എന്തിനാണ് വിഷമിക്കുന്നത്? പേര് തിരിച്ചിട്ടാ പോലെ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് രാവിലെ ഓർത്തടെ ഇങ്ങനെ എന്നോട് പറഞ്ഞല്ലോ. ഞാൻ ഉടനെ ഒരു പേപ്പർ എടുത്ത് സലാമ എന്നെഴുതി തിരിച്ചിട്ടപ്പോൾ അമലാസ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അത് മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ സ്ഥാപനം തുടങ്ങി. അപ്പൊ അവിടെ അന്വേഷിച്ചപ്പോൾ ഏതാനും പേരെ പരിചയപ്പെട്ടപ്പോൾ അവിടെ ഇങ്ങനെ പ്രാർത്ഥന ഗ്രൂപ്പുകളുണ്ട്, പരസ്യമായിട്ട് നല്ല വീടുകളിലാണ്. അതങ്ങനെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തുകൊണ്ട് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു, താല്പര്യമുണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരമാണ് പ്രാർത്ഥന. അങ്ങനെ ഞാനൊരു ദിവസം ആ ഗ്രൂപ്പിലോട്ട് ചെന്നു, അവരെയൊക്കെ പരിചയപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ഒരു അംഗമായി സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥന ഉള്ളപ്പോഴൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഓരോ വ്യക്തികളും അവർക്ക് ദൈവാനുഭവങ്ങൾ പറയും. എനിക്കങ്ങനെ ഒത്തിരി ദൈവാനുഭവം പറയാനായിട്ടൊന്നും ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഒരു വ്യക്തി അവിടെ പറഞ്ഞ ഒരു സാക്ഷ്യം ഇതാണ്. അദ്ദേഹത്തിന്റെ കമ്പനിയിലെ ഒരു ചെറിയ ജോലിക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ജോലിയുടെ ഇടയ്ക്ക് ജവമാനം ചെല്ലും. അതിങ്ങനെ നോക്കിയിട്ട് അറബി കാണാറുകൊണ്ട് പോവുകയും ചെയ്യും. ഒരു ദിവസം അവരുടെ ഒരു മാനേജരെ അവരുടെ സാധനങ്ങളൊക്കെ വാങ്ങാനും എല്ലാ കാര്യങ്ങൾക്കുമായിട്ടുള്ള അവിടുത്തെ മാനേജരെ, അയാളെ വേറെ രാജ്യക്കാരനായിരുന്നു, അയാൾ അവധിക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അറബി ഈ സുഹൃത്തുക്കൾ കൂട്ടി. അപ്പൊ പോകുന്ന വഴിക്ക് അദ്ദേഹം ആ ദേവമാല കൈ പിടിച്ചിരിക്കൊണ്ടിരിക്കുക. പറയുക, നീ എന്നാ ചെയ്യുന്നത്? ഞാൻ ജീസസിന്റെ അമ്മയോടാ പ്രാർത്ഥിക്കുന്നത്, ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും. അപ്പൊ അവൻ ചോദിച്ചു, നിന്റെ ജീസസിന്റെ അമ്മയോട് ചോദിച്ചാൽ ഏത് കാര്യം സാധിക്കുമെന്ന് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് അടുത്ത ദിവസം ഒരു കാര്യം നടത്തേണ്ടതായിട്ടുണ്ട്. അത് ശരിയായില്ലെങ്കിൽ ഒത്തിരി സാമ്പത്തിക നഷ്ടം വരും. നീ ഒന്ന് പ്രാർത്ഥിക്കേ, ജീസസിന്റെ അമ്മയോട് നീ ഒന്ന് പ്രാർത്ഥിക്കേ എന്ന് പറഞ്ഞു. അപ്പം ആ അമ്മയോട് ചോദിച്ചു, നിന്റെ ഭാഗത്താണ് നീതി? അവൻ പറഞ്ഞു, എൻ്റെ ഭാഗത്താണ് നീതി. കാര്യം എന്താണെന്ന് അറിയത്തില്ല. അവൻ, ഞാൻ പ്രാർത്ഥിക്കാം, നിന്റെ കാര്യം തീർച്ചയായിട്ടും നടക്കും എന്ന് പറഞ്ഞു. ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആ കാര്യം നടന്നു, ജീസസിന്റെ അമ്മ എന്നെ സഹായിച്ചു പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന പ്രത്യേകിച്ച് മാനേജരെ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അവധിക്ക് പോയിരിക്കുകയാണ്. ഈ വ്യക്തിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഇങ്ങനെ കമ്പനികളിൽ ചെന്ന് നമുക്ക് വേണ്ടി സാധനങ്ങൾക്ക് ഓർഡർ കൊടുക്കാൻ നീ ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വേറെ ആളുടെ സഹായത്തോടു കൂടി, അത് മലയാളിയാണ്, ഇവർ രണ്ടുപേരും കൂടെ അതുമായിട്ട് അല്പം ബന്ധമുള്ള മറ്റേ സുഹൃത്തിനെയും കൂട്ടി പോവാണ്. അപ്പൊ സാധാരണഗതിയിൽ അങ്ങനെ ജോലി ചെയ്യുന്നവരെ അവർക്ക് ഒരു കമ്മീഷൻ കിട്ടും. അപ്പോൾ ഒരു കമ്പനി ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഒരു കമ്മീഷൻ കൊടുക്കാൻ ഒരു കമ്മീഷൻ തരാം. നേരത്തെ അവിടെ കൊണ്ടിരുന്ന ലെബനോൻകാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കമ്മീഷൻ വേണ്ട, ആ കമ്മീഷനുള്ള പണം കൂടെ നിങ്ങൾ സാധനങ്ങൾ തന്നാൽ എന്ന് പറഞ്ഞു. ഇങ്ങനെ 2-3 പ്രാവശ്യം വിട്ടപ്പോൾ അറബിക്ക് മനസ്സിലായി ഇവനാണ് സത്യസന്ധൻ. പിന്നെ ആ ലെബനോൻകാരനോട് ഒരു വരണ്ടെന്ന് പറഞ്ഞ് അവനെ അറിയിച്ചു. അവിടുത്തെ മാനേജരായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട 3-4 പേരെ അവരുടെ കമ്പനിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളവരെല്ലാം കള്ളന്മാരാണ്, അങ്ങനെ എന്നെ പോലെയുള്ള 3-4 പേരാണ് വേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി. അദ്ദേഹം ഈ കാര്യം സാക്ഷ്യപ്പെടുത്തി. മറ്റൊരു സംഭവം, ഈ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോഴെല്ലാം ഒരു വ്യക്തി പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് ദമ്പതികൾ, അവർക്ക് കുഞ്ഞുങ്ങളില്ല. അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് എന്നാണ്.
അപ്പം ഞങ്ങൾക്കൊരു കുഞ്ഞു ഉണ്ടാകണം, അതാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ജെയിംസുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ ജെയിംസിനോട് ചോദിച്ചു, വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 14 വർഷങ്ങളായി. ചികിത്സയൊന്നും ചെയ്തില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള ഡോക്ടർമാരെ കണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹവും ജീവിത പങ്കാളി നല്ല അമേരിക്കൻ കമ്പനി ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങൾ അമേരിക്കയിൽ പോയി ചികിത്സ അന്വേഷിച്ചു. ആധുനിക ചികിത്സാ രംഗത്തെ ഏറ്റവും നല്ല പരീക്ഷണങ്ങൾ നടത്തുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഏറ്റവും ആധുനികമായ കാര്യങ്ങളിൽ ഇടപെട്ടു ഡോക്ടർമാരെ അവസാനം വിധി എഴുതി അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. അങ്ങനെ അവരെ തിരിച്ചു വന്നു. പക്ഷേ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവരെല്ലാ പ്രാർത്ഥനയിലും വരിക മാത്രമല്ല, അവിടെ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന വിഷയങ്ങളെ എഴുതി കൊടുക്കുകയാണ്. അപ്പൊ എനിക്കും പ്രാവശ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അനേകം പേരുണ്ടെങ്കിലും വളരെയധികം പേരുള്ളതുകൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പൊ ഞങ്ങളും ചില വർത്താനം പറഞ്ഞ സമയത്ത് 2 പേര് കേട്ടു, ഇവരെത്ര നാളായി ഇങ്ങനെ ആധുനിക ശാസ്ത്രം ഉപേക്ഷിച്ച, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച ഇനി എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാതെ അല്ല കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ എന്ന് വരെ പറഞ്ഞവരുണ്ട്, രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കേട്ടു. ഇങ്ങനെയുള്ള ചില അത്ഭുതങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തു. ഒരു വ്യക്തി അവിടെ ഒന്ന് പ്രസംഗം പറയുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം ഇടുക്കിയുടെ ഉൾപ്രദേശത്തുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ടൗണിൽ വന്ന് വളരെ കഷ്ടപ്പെട്ട് ബൈബിള് പഠിക്കുകയും വചന പ്രഘോഷണ രംഗത്തെ എവിടെ വിളിച്ചാലും പോവുകയൊക്കെ ചെയ്യും. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നി. നാട്ടിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് ബൈബിള് ശരിക്കും വായിച്ചിട്ടില്ല, ബൈബിള് പഠിച്ചിട്ടില്ല എന്നൊക്കെ ഓർത്തു. അപ്പൊ എനിക്ക് നാട്ടിൽ പോകാനുള്ള ഒരു അനുകൂല സാഹചര്യം വന്നപ്പോൾ ഇടയ്ക്ക് നാട്ടിൽ വന്നു. 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് ദൗതിയൊക്കെ എടുത്ത് അവിടെ സ്ഥാപനം നടത്താനുള്ള സെറ്റപ്പ് അവിടെ ചെയ്തിട്ട് തിരിച്ചു നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നാൽ ഒരു ബൈബിൾ ക്ലാസ്സിൽ ചേർന്നു. അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഏതാനും സുഹൃത്തുക്കളെ കിട്ടി. അവരെ അവിടുത്തെ ക്ലാസ്സിൽ മാത്രമല്ല, ഡിവൈനിലും കളമശ്ശേരിയിലുള്ള എമ്മാവൂസിലുമൊക്കെ പല ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ആ കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചു. മാത്രവുമല്ല, എന്ത് പരിപാടിയെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാനും ശബ്ദമൊന്നുമില്ലല്ലോ, വെറുതെ അവരുടെ കൂടെ പോകുന്നു. അങ്ങനെ ഒരു ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടുത്തെ ഏതാനും ദിവസത്തെ ഒരു ക്യാമ്പാണ്. അവിടെ നല്ല ഉന്നതരായ വ്യക്തികളെ വചനം പഠിപ്പിക്കുന്നു. അന്ന് അഭിവൃദ്ധിട്ടൊരു പിതാവായിട്ടില്ല. അങ്ങനെ പല ഉന്നതരായ ആത്മീയ ഗുരുക്കന്മാരും ക്ലാസ്സുകൾ എടുക്കുകയാണ്. അപ്പൊ അതിനകത്ത് അത് കൂടുതലും അടിസ്ഥാന വചന പ്രഘോഷണത്തിനുള്ള ഒരു ക്ലാസ്സാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് നടത്തുന്ന വ്യക്തിയോട് എന്ന് പറഞ്ഞു, ഞാൻ ഇതൊന്നും അറിയാതെ വന്നതാണ്, ഞാനിവിടെ ഇരിക്കണം, എനിക്ക് പഠിച്ചിട്ട് കാര്യമില്ല, കാരണം വചനം പറയാനൊന്നും എനിക്ക് ശബ്ദമില്ല. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ശബ്ദമുണ്ട്, അവര് പറയുന്നതിനേക്കാൾ ശബ്ദം ഇല്ലാത്ത ഒരാളെ അത് അതൊക്കെ നിർത്തിയൊക്കെ പറഞ്ഞാലും അതാണ് മനുഷ്യൻ ശ്രദ്ധിക്കുന്നത്. തന്നെയുമല്ല, ദൈവത്തിന്റെ ഒരു പദ്ധതി ഇല്ലാതെ ഒരിക്കലും ഈ ക്ലാസ്സിനകത്ത് വരാൻ പറ്റിയല്ല. അങ്ങനെ ആ ക്ലാസ്സിനകത്ത് ഞാൻ ചേർന്നു. അങ്ങനെയുള്ള ആത്മീയമായ പല പരിപാടികൾക്കും ഈ വചനം പഠിക്കുന്നതിനിടയ്ക്ക് എനിക്ക് സാധിച്ചു. നല്ല സുഹൃത്തുക്കളെയും കിട്ടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടുത്തെ ഡയറക്ടർ അച്ഛൻ എന്നെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ക്ലാസ്സിന് വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹം എതിരെ വന്നു. എന്നോട് പറഞ്ഞു, മാത്യു, ഞാനൊരു അത്ഭുതം പറയാം. നിങ്ങളന്ന് ഗൾഫിൽ വെച്ച് പ്രാർത്ഥിച്ച ജെയിംസ് ജയന്തി ദമ്പതികളുടെ അവർക്ക് ഇന്നലെ രാത്രി ഒരു കുഞ്ഞുണ്ടായി. വൈകിട്ട് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ അവിടെ പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്, അങ്ങനെ ഒരു അത്ഭുതം നടന്നു. ഞാൻ അതിശയത്തോടെ നോക്കുകയാണ്. കാരണം ആധുനിക വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച അവർക്കൊരു കുഞ്ഞുണ്ടായി. പിന്നീട് ഏതാനും 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഭരണങ്ങാനത്തുള്ള പാരിഷ് ഹാളിൽ വെച്ച്
ഒരു കൃതജ്ഞതാ ബലി നടത്തുകയും സ്നേഹവിരുന്ന് നടത്തുകയൊക്കെ ചെയ്തു. അതിന് എന്നെയും വിളിച്ചുകൊണ്ട് ഞാനും പോവുകയും ആ കുഞ്ഞിനെ കാണാൻ സാധിക്കുകയും ചെയ്തു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. സങ്കീർത്തനം 2:12 പറയുന്നു, കർത്താവിൽ ശരണം വെക്കുന്നവൻ ഭാഗ്യവാന്മാരാകുന്നു. സങ്കീർത്തനം 145:18 പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാക്കളെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അന്ന് അങ്ങനെ ബൈബിൾ ക്ലാസ്സിൽ ചേരാനും പഠിക്കാനും സാധിച്ചതുകൊണ്ട് ഒന്നും അറിയാതിരുന്ന വലിയ കഴിവുകളൊന്നും ഇല്ലാത്ത യോഗ്യനും ബലഹീനനുമായ കർത്താവെ ഉയർത്തുകയും ആത്മീയ കാര്യങ്ങളിൽ ഇടപെടാൻ വളരെ അവസരങ്ങൾ തരികയും ചെയ്തു. അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു കാര്യം പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.